വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈനിൽ മാസ്റ്റേഴ്സ് തിയറം അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് നിർബന്ധമായും കാണുക. അതിനുശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, T of n is equal to 4T of n by 2 പ്ലസ് ലോഗ് n. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ഫസ്റ്റ് എ എന്താണ് ബി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. എയുടെ വാല്യൂ 4 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ എന്ത് ചെയ്യും? ലോഗ് എ ടു ദ ബേസ് ബി എന്താണെന്ന് കണ്ടുപിടിക്കും. അതായത് ഇവിടെ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുമ്പോൾ ലോഗ് 4 ടു ദ ബേസ് 2 ആണ്. ലോഗ് 4 ടു ദ ബേസ് 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 ആണ് ആൻസർ വരിക. എങ്ങനെ 2 കിട്ടി? അതായത് ലോഗ് 2, 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 2 ആണ് നമ്മളിവിടെ ലെഫ്റ്റിലേക്ക് വരുന്നത്. അങ്ങനെ 2 ലോഗ് 2 ടു ദ ബേസ് 2 വരും. 2 ടു ദ ബേസ് 2 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ 2 ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മളിതിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് n സ്ക്വയർ ആണ് അല്ലേ? കാരണം n പവർ ലോഗ് എ ടു ദ ബേസ് ബി ആണ്. ഇപ്പോൾ n സ്ക്വയർ ആണ് ഇവിടെ വരിക. ഇവിടെ 2 ആയതുകൊണ്ട് ഇനി എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ലോഗ് n ആണ്. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ? n സ്ക്വയർ ആണ് ഗ്രേറ്റർ. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കോംപ്ലക്സിറ്റി എത്രയാണെന്ന് പറയാം? തീറ്റ ഓഫ് n സ്ക്വയർ ആണെന്ന് പറയാം. ഓക്കെ, ഇതിന് എത്രാമത്തെ കേസാണ്? കേസ് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, T of n is equal to 70n by 3 plus n സ്ക്വയർ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ എ ബി ഒക്കെ ഞാൻ ഡയറക്റ്റായിട്ട് എഴുതിയത്. ഇനി ഞാൻ എ ബി എഴുതാൻ വേണ്ടി പോയില്ല. ഡയറക്റ്റായിട്ട് എന്ത് എഴുതുന്നു? ജസ്റ്റ് ലോഗ് എ ടു ദ ബേസ് ബി എന്നുള്ളതിൽ n പവർ ലോഗ് 7 ബേസ് 3. അപ്പോൾ ഇവിടെ 7 ആണ്. 7 എന്ന് പറയുമ്പോൾ നമുക്ക് നിയർലി 9 അടുത്തോട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 9 വരില്ല അല്ലേ? അപ്പോൾ 3 സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതിനേക്കാളും താഴെയായിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ എന്തെടുക്കാം? n സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ n സ്ക്വയർ എന്നെടുത്തു കഴിഞ്ഞാൽ n സ്ക്വയർ അല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ n സ്ക്വയറിനേക്കാളും ലെസ്സറാണ് ഇതിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഓഫ് n സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇപ്പോൾ ലോഗ് 9 ടു ദ ബേസ് 3 ആയിരുന്നു എങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാമായിരുന്നു? ലോഗ് 3 സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് n സ്ക്വയർ എന്നിൻ്റെ പവറായിട്ട് എഴുതുന്ന സമയത്ത് n സ്ക്വയർ പവർ ലോഗ് 3 ടു ദ ബേസ് 3 എന്നായേനെ. പക്ഷേ ഇവിടെ 9നേക്കാളും ചെറുതായതുകൊണ്ട് നമുക്ക് n സ്ക്വയറിനേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എഫ് ഓഫ് n വാല്യൂ ആണ് അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരിക. അപ്പോൾ കേസ് 3 പ്രകാരം നമുക്കവിടെ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് n ആണ്. അതായത് n സ്ക്വയർ, തീറ്റ ഓഫ് n സ്ക്വയർ ആണ് നമുക്കതിൻ്റെ കോംപ്ലക്സിറ്റി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, T of n 64 T of n by 8 മൈനസ് n log n. അപ്പോൾ ഇവിടെ നമുക്ക് n log n എന്ന് പറയുന്നത് എഫ് ഓഫ് n അല്ലേ? അപ്പോൾ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? മൈനസ് n log n ആണ്. നമുക്കറിയാം എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓൾവേസ് എ പോസിറ്റീവ്. ഓക്കെ, അതായത് ഇവിടെ വന്നിരിക്കുന്ന മൈനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഇവിടെ മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എഫ് ഓഫ് n എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് അല്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ ഈ രീതിയിൽ കോംപ്ലക്സിറ്റി തരാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നു. ഈ തന്നിരിക്കുന്നതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണ്? ഓപ്ഷൻ എ തീറ്റ ഓഫ് n സ്ക്വയർ, ഓപ്ഷൻ ബി തീറ്റ ഓഫ് n log n, ഓപ്ഷൻ സി തീറ്റ ഓഫ് n.
ഇനി ഓപ്ഷൻ ഡി കനോട്ട് അപ്ലൈ. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് പറയാം, കനോട്ട് അപ്ലൈ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 4t ഓഫ് n/2 പ്ലസ് n/log n. അപ്പോൾ n/log എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത്, എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ n² അല്ലേ, n² ആണ് വരിക അല്ലേ, n² ഡയറക്റ്റായിട്ട് എഴുതുകയാണ് ഞാൻ. അത് ab(n⁻⁴b) എന്ന് എഴുതാൻ നിൽക്കുന്നില്ല. ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് n². ഇപ്പോൾ ഈ n² എന്ന് പറയുന്നതും ലോഗിൻ്റെ വാല്യൂ എന്താണ്, ലോഗിൻ്റെ വാല്യൂ ഇവിടെ നോക്കണം. ലോഗിൻ്റെ വാല്യൂ -1 ആണ്. പക്ഷേ നമുക്ക് n അല്ലേ ഇവിടെ വരുന്നത്, n/log n അല്ലേ, നേരെ മറിച്ച് n² ആണെങ്കിൽ നമ്മളതും കൂടെ കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ n² ആണ് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കേസ് 1 പ്രകാരം നമുക്കിവിടെ θ(n²) ഡയറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ എന്താണ് എന്നിൻ്റെ വാല്യൂ, എന്നിൻ്റെ പവർ എന്താണെന്ന് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ടി ഓഫ് എൻ, ഈ ഇതിലെ ലോഗ് a⁻b, n⁻log a⁻bയും n⁻k എന്നുള്ള രീതിയിലാണ് വരുന്നത്. അവിടെ നമ്മൾ kയും log a⁻b ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ kയുടെ വാല്യൂ 1 ആണ്, log a⁻bയുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഗ്രേറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേമിൻ്റെ കോംപ്ലക്സിറ്റി എത്രയാണോ അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നേരെ മറിച്ച് ഇത് രണ്ട് ഈക്വൽ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണമായിരുന്നു, നമ്മൾ ലോഗിൻ്റെ പവർ എന്താണെന്ന് കൂടി നോക്കിയിട്ട് വേണമായിരുന്നു നമ്മളതിൻ്റെ കോംപ്ലക്സിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 6t ഓഫ് n/3 പ്ലസ് n² log n. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് 6t ഓഫ് n/3 അല്ലേ, n/3 എന്ന് പറയുമ്പം n⁻log 6⁻³ ആണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ n²-നേക്കാളും ചെറുതാണ് ഇവിടെ വരുന്നത്. നമ്മൾ നേരത്തെ എടുത്ത സെയിം കണ്ടീഷനാണ്. നേരത്തെ log 3⁻7 ആയിരുന്നു, ഇവിടെ 3⁻6 ആണ്. 3⁻6 എന്ന് പറയുന്ന സമയത്ത് n² log n എന്ന് പറയുമ്പോൾ n², n-ൻ്റെ പവർ 2 ആണ്. ഇവിടെ വരുന്നത് അതിനേക്കാളും ലെസ്സർ വാല്യൂ ആണ്, 2-നേക്കാളും ലെസ്സർ വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് കൊടുത്താൽ മതി, ഡയറക്റ്റായിട്ട് എന്ത് കൊടുക്കാം, θ ഓഫ് n² log n കൊടുക്കാം. ഓക്കെ, അതായത് കേസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടി ഓഫ് n ഇസ് ഈക്വൽ ടു 3t ഓഫ് n/3 പ്ലസ് n/3. ബട്ട് ഇവിടെ എയും ബിയും ഈക്വൽ ആണ്, എയും ബി ഈക്വൽ ആയതുകൊണ്ട് തന്നെ 3യുടെ പവർ എന്ന് പറയുമ്പോൾ 1 വരിക അല്ലേ. അപ്പോൾ ഇവിടെ 1 വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടുക എന്താണ്, ഇവിടുത്തെ വാല്യൂ n ആണ് കിട്ടുക. കൺഫ്യൂഷൻ ഉണ്ടോ, അതായത് n⁻log 3⁻³ ആണ്. 3⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യുടെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ 3⁻1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും n എന്നുള്ള പറയുന്ന വാല്യൂ ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഇത് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് n/2 ആണ്. n/2 എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് ഈക്വൽ ടു n തന്നെയാണ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് കേസ് 2 ആയിട്ടായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കേസ് 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്താ വരിക, n ലോഗിൻ്റെ പവർ ഇല്ല, ഇവിടെ ലോഗ് ഇല്ല, ലോഗ് മിസ്സിംഗ് ആണ് അല്ലേ. അതായത് ലോഗ് p(n) ആണ് വേണ്ടത്. ഇവിടെ പിയുടെ വാല്യൂ 0 ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്ന കേസ്, അതായത് p (-1) എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. (-1) എന്നുള്ള കണ്ടീഷൻ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താണോ നമ്മുടെ
എഫ് ഓഫ് എൻ ഉള്ളത്, അതിൻ്റെ കൂടെ ഒരു ലോഗ് എൻ കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ n/2 എന്ന് പറയുന്നതും എന്നും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കൊടുത്താൽ മതിയാവും? ലോഗ് എൻ കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ലോഗ് n ആണ്. എങ്ങനെ കിട്ടി? അതായത് നമുക്കിവിടെ ലോഗ് n പവർ ലോഗ് 3 അതായത് ലോഗ് a⁵b പവർ എന്ന് പറയുന്നതും നമുക്കിവിടെ എഫ് ഓഫ് എന്നിൻ്റെ പവറും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആവുമ്പോൾ അതിൻ്റെ കേസ് എന്ന് പറയുന്നത് കേസ് 2 ആണ്. അതായത് ലോഗ് a⁵bയും കെയും ആ രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആവുന്ന കണ്ടീഷനാണ്. ഈക്വൽ ആവുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക ലോഗിൻ്റെ പി എന്ന പവർ എത്രയാണെന്നുള്ളതാണ്. ഇവിടെ ലോഗ് മിസ്സിംഗ് ആണ്, അതായത് പിയുടെ വാല്യൂ 0 ആണ് ഇവിടെ വരുന്നത്. പിയുടെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ പി ഗ്രേറ്റർ ദാൻ -1 ആണ്. പി ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എൻ ലോഗ് p+1 n എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. n⁻k ലോഗ് p+1 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ p 0 ആയതുകൊണ്ട് p+1 എന്ത് വരും? ലോഗ് വരും. അപ്പോൾ n ലോഗ് n. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3t n/4 + n log n ആണ്. അപ്പോൾ ഇവിടെ n raised to log 3⁴ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഓൾമോസ്റ്റ് നമുക്ക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 1 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കില്ലേ കിട്ടുക. കാരണം 4 വരുന്ന സമയത്താണ് നമുക്കിവിടെ 1 എടുക്കുന്നത്. അപ്പോൾ അതിനേക്കാളും ചെറിയ വാല്യൂ ആയതുകൊണ്ട് എന്നിൻ്റെ പവറിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, വണ്ണിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ അത് <n ലോഗ് n ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കേസ് 3 പ്രകാരം, കേസ് 3 എന്ന് പറയുന്നത് k ആണ് ഗ്രേറ്റർ, അതായത് എഫ് ഓഫ് n ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ θ(n) ലോഗ് n ആണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവിടെ ലോഗ് 3⁴ ആണ്. അപ്പോൾ n റേസ് ലോഗ് 3⁴ എന്ന് പറയുമ്പോൾ അത് n ലോഗ് n-നേക്കാളും ചെറിയ വാല്യൂ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു എപ്പോഴും നമ്മൾ ഈ ഒരു ലോഗ് a⁵bയും എഫ് ഓഫ് n കമ്പയർ ചെയ്യും. അത് ഗ്രേറ്റർ ഏതാണ് അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് ആയിരിക്കും അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ലോഗിൻ്റെ കൺസിഡറേഷൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ t of n for t of n/2 + cn. അപ്പോൾ ഇവിടെ n² അല്ലേ വരുന്നത്? n² ആണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കിട്ടും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ് a⁵b എടുക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് n² കിട്ടും. അപ്പോൾ n² ഗ്രേറ്റർ ദാൻ cn, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ n ആണ്, അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് θ(n²) ഡയറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, കാരണം ഓൾറെഡി നമ്മൾ log a⁵b 4⁻² ഓൾറെഡി കണ്ടുപിടിച്ച കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് n² ആണെന്ന് നമ്മൾ പലതവണ പല ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ ഓൾറെഡി കണ്ട് പരിചയപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഇതിലേക്ക് എഴുതാഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ t of n 3t of n/3 √n. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ഇത് 3 ആണ്, അപ്പോൾ 1 വരും. ഓക്കെ, ഇവിടെ 1 വരും. നമുക്കിവിടെ √n ആണ്, അതായത് n-ഉം √n ആണ് വരുന്നത്. ഒന്നുകൂടെ നോക്കാം. അതായത് n പവർ ലോഗ് 3⁻³ ആണ്. 3⁻³ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് ലോഗ് a⁴ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ഏതിനും നമുക്ക് ഈ ഒരു ഫോമാറ്റിലേക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. അങ്ങനെ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ലോഗ് a⁵bയിൽ 2⁴ അല്ലെങ്കിൽ 2⁸ എന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും 2ൻ്റെ പവറിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും അല്ലേ? ലോഗ് 2⁴ ആകുമ്പോൾ നമുക്കത് 2² എടുക്കാം. ഇനി ലോഗ് 2⁸ ആവുന്ന സമയത്ത് നമുക്കത് ലോഗ് 2³ എടുക്കാം. ആ സമയത്ത് എന്ത് നടക്കുന്നത്? നമ്മൾ ഈ 3 ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്ത് ലോഗ് 2⁻² ആയിട്ട് എടുത്ത് അത് 1 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ലോഗ് 3 എന്ന് പറയുന്നത് അവിടെ 1 ആയി. അപ്പോൾ ഇവിടെ എന്താണ് n അല്ലേ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ √n അല്ലേ, √n എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് 4ഉം ഗ്രേറ്റർ ദാൻ √4 വരുന്ന സമയത്ത് ഏതാ ഗ്രേറ്റർ? ഇതാണ്. കാരണം √4ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 4 ഗ്രേറ്റർ ദാൻ 2 അല്ലേ. അപ്പോൾ ഏതാണ് ഇവിടെ വരിക? തീറ്റ ഓഫ് n ആയിരിക്കും ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് അത് കേസ് 1 ആണ്. ലോഗ് a⁻b ഗ്രേറ്റർ വരുന്ന കേസാണ് കേസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കേസ് 1 പ്രകാരം തീറ്റ ഓഫ് n ആണ്. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 0.5 ആണ്. ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ 2 ആണ്. നമുക്കറിയാം മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 1. സോ വി കനോട്ട് അപ്ലൈ മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല. Next question, t of n is equal to 2 power nt of n by 2 plus n square. അപ്പോൾ ഇവിടെ 2 raised to n ആണ്. 2 raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എയുടെ വാല്യൂ 2 raised to n പറ്റുമോ? ഇല്ല. കാരണം എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ എയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണോ? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 raised to n ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, t of n 16t of n by 4 plus n factorial. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 16 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കൊടുക്കാം? n സ്ക്വയർ ആണെന്ന് കൊടുക്കാം. ഈ n സ്ക്വയറും n ഫാക്ടോറിയലും വന്നു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ആൻസർ വരിക? n സ്ക്വയർ ലെസ് ദാൻ n ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ നമ്മുടെ കേസ് 3 ആണ്. കേസ് 3യിലാണ് നമ്മുടെ ഈ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഓഫ് n ഫാക്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ n പവർ ലോഗ് 16 raised to 4. ഈ 16 നമ്മൾ ഇതിലേക്ക് മാറ്റി n ലോഗ് 4 സ്ക്വയർ പവർ ബേസ് 4. അപ്പോൾ ഈ 4 നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ n സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അത്തരത്തിലാണ് നമ്മളിവിടെ ആൻസറിലേക്ക് എത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, t of n is equal to 2t of n by 4 plus n raised to 0.51. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ലോഗ് n raised to log a 2 to the base 4 അല്ലേ. 2 to the base 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിനേക്കാളും ചെറുതായിരിക്കും? n raised to 0.51 ചെറുതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ n raised to 0.51. സോ ഇതിൻ്റെ കേസ് 3 പ്രകാരം നമുക്കിതിൻ്റെ കോംപ്ലക്സിറ്റി എത്രയായിട്ട് പറയാം? തീറ്റ ഓഫ് n raised to 0.51 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, t of n is equal to 3t of n by 2 plus n. n by 2 plus n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം n പവർ ലോഗ് 3 to the base 2. 3 to the base 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-നേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും നമ്മുടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താ? ഇത് 3 2 raised to 2 ആണ് നമുക്ക് 1 വരുന്നത്. n raised to log 2 raised to 2 ആണെന്ത് 1 വരിക, അതായത് n വരിക.
അപ്പോൾ 2�3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ 1 എന്നുള്ളതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും 1 വാല്യൂ ആയിരിക്കുമല്ലോ നമുക്കിവിടെ കിട്ടുന്നുണ്ടാവുക. ഈ ഒരു log 3⁵2 എന്ന് പറയുന്ന ഈ വാല്യൂ കിട്ടുന്നത് എന്നേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇതാണ് ഗ്രേറ്റർ ദാൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി പറയാം തീറ്റ ഓഫ് n log 3 n പവർ log 3. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കുക. കാരണം നമുക്കിവിടെ എവിടെയാണ് ഏതാണ് ഗ്രേറ്റർ എന്ന് ഇതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഏത് വെച്ച് പറയാം, കേസ് 1 പ്രകാരം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് കേസ് 1 ആണ്. ഓക്കെ, കേസ് 1 കാരണം എന്താ, നമ്മുടെ log a⁵b ആണ് നമ്മുടെ f of n-നേക്കാളും ഗ്രേറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് ഈ കേസ് 1 പ്രകാരം നമ്മുടെ തീറ്റ ഓഫ് n log 3 ആണ് നമ്മുടെ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. Next question, t of n root 2 t of n/2 plus log n. അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ വാല്യൂ എന്താ, എയുടെ വാല്യൂ √2 ആണ്. അതുപോലെ തന്നെ ബിയുടെ വാല്യൂ 2 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യുക, n log 2 എന്ന് പറയുന്നത് 2⁻1/2 എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ √2 2⁻1/2 ആണ്. 2⁻1/2 to the base 2 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് n പവർ 0.5. ഓക്കെ, n പവർ 0.5. ആ n പവർ 0.5 എന്ന് പറയുന്നത് log n-നേക്കാളും വലുതായിരിക്കും. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ log n. അപ്പം നമ്മുടെ വാല്യൂ എന്താണ്, n⁻⁵5. n⁻⁵5 നമുക്ക് എങ്ങനെ എഴുതാം, n⁻1/2 എന്ന് എഴുതാം. n⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, √n ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണ്, തീറ്റ ഓഫ് √n ആണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിത് a/b എന്നുള്ള ഫോമിലേക്ക് log a⁵b എന്നുള്ള ഫോമിലേക്ക് മാറ്റി. അപ്പോൾ നമുക്കതിൻ്റെ n⁻⁵5 നമുക്ക് കിട്ടി. n⁻⁵5 ഈസ് ഗ്രേറ്റർ ദാൻ log n ആണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഓഫ് log n ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാസ്റ്റേഴ്സ് തിയറത്തിൽ പറയാനുണ്ടായിരുന്നത്. കാരണം ബാക്കി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞതാണ്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലും ബാക്കി കേസ് 1 കേസ് 2 കേസ് 3 വരുന്ന ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 10-15ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാനുള്ള കേസ് എന്ന് പറയുന്നത് ആദ്യം നോക്കേണ്ടത് നമ്മുടെ എന്തായിരുന്നു, log n⁻log a⁵b ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യുക, f of n എന്നുള്ള ടേമുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ f of n ഇത് ഗ്രേറ്റർ f of n ആണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രേറ്റർ f of n ആണെങ്കിൽ അതാണ് കേസ് 1 എന്ന് പറയുന്നത്. അതുപ്രകാരം നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളതായിരിക്കും നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇത് നേരെ മറിച്ച് ലെസ് ദാൻ ആണെങ്കിൽ നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് f of n ടേം, ആ റൈറ്റ് സൈഡിലുള്ള ടേം ആയിരിക്കും നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും, നമ്മളതിനെ n⁻k log പവർ pn എന്നുള്ളതിൽ പിയുടെ പവർ നമ്മൾ ചെക്ക് ചെയ്യും. പിയുടെ പവർ ഗ്രേറ്റർ ദാൻ -1 ആണോ, ഈക്വൽ ടു -1 ആണോ, അതുപോലെ തന്നെ p ലെസ് ദാൻ -1 ആണോ. ഓക്കെ, ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ log p+1 എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. log n കൂടി നമ്മളതിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. p is equal to -1 ആണെങ്കിൽ log n എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. മറിച്ച് p of -1 ആണെങ്കിൽ നമ്മൾ ആ ഒരു പാർട്ട് ഇഗ്നോർ ചെയ്ത് ജസ്റ്റ് n പവർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. നേരെ തിരിച്ച് താഴെയുള്ള, അതായത് ഈ റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ വാല്യൂ വരുന്ന കണ്ടീഷൻ,
അതിൽ നമ്മൾ ലോഗിൻ്റെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ലോഗിൻ്റെ പവർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കതും കൂടെ കൺസിഡർ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ആ ഒരു ടേം നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത്തരം ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ റെയറാണ്. എങ്കിൽ കൂടി നമുക്ക് ഈ കേസ് 1, കേസ് 2, കേസ് 3 ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളത് വർക്കൗട്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.